നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് ആനിമേഷനിലെ ഏറ്റവും മികച്ച കഥകളിലൊന്നായ റെനഗേഡ് ഇമ്മോർട്ടൽ അഥവാ XIAN രോയുടെ എപ്പിസോഡാണ്. എങ്ങനെയാണ് ഇമ്മോർട്ടൽ ആകാൻ കഷ്ടപ്പെടുന്നത്, ആ പാതയിലെ അപകടങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് ആകാശത്തെ നടുക്കുന്ന വലിയൊരു യുദ്ധത്തോടെയാണ്. അതിശക്തരായ 4 കൾട്ടിവേറ്റേഴ്സ് ഒരു അത്ഭുതകരമായ മാലമണിക്കും ഗ്രീൻ ബീഡ് വേണ്ടി പോരാടുകയാണ്. ഈ കല്ലിന്റെ ശക്തി വളരെ വലുതാണ്. ഈ പോരാട്ടത്തിനിടയിൽ ഫീനിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ശക്തനായ വ്യക്തി മാരകമായി പരിക്കേൽക്കുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം തന്റെ അവസാന ശ്വാസത്തിൽ ആ രഹസ്യമണി ഒരു വശത്തേക്ക് എറിയുന്നു. ആ മണി ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇഥാൻ നമ്മൾ ഫസ്റ്റ് സീനിൽ കനുനാഥു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കഥാനായകനായ വാന്നിനെയാണ്. അവൻ ഗ്രാമത്തിലെ ഒരു സാധാരണ പയ്യനാണ്. വളരെ ബുദ്ധിമാനാണ്. അവന്റെ മാതാപിതാക്കൾക്ക് അവനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം വാന്നിന്റെ പഠനത്തിനായി ചിലവാക്കുന്നു. ഗ്രാമത്തിലുള്ളവർ അവരെ പുച്ഛത്തോടെയാണ് കാണുന്നതെങ്കിലും വാന്നിന്റെ മാതാപിതാക്കൾ അതൊന്നും കാര്യമാക്കുന്നില്ല. വാന്നിനും അറിയാം, കുടുംബത്തിന്റെ അഭിമാനം ഉയർത്താൻ അവന് നല്ലൊരു ജോലി വേണമെന്ന്. അവൻ അക്ഷീണം അധ്വാനിക്കുന്നു. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് ഒരു ഇമ്മോർട്ടൽ വരുന്നു. അദ്ദേഹം ഗ്രാമത്തിലെ യുവാക്കൾക്ക് കൾട്ടിവേഷൻ പഠിക്കാൻ ഒരു അവസരം വാഗ്ദാനം ചെയ്യുന്നു. ഇത് കേട്ടതും എല്ലാവരും ആവേശത്തിലാകുന്നു. സാധാരണക്കാരനായ വാന്നിന്റെ മുന്നിലും വലിയൊരു വാതിലാണ് തുറക്കുന്നത്. വാന്നിനും ആ പാത തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു. കാരണം ഒരു ഇമ്മോർട്ടൽ ആയാൽ തന്റെ കുടുംബത്തിന് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും എല്ലാവരും അവരെ ബഹുമാനിക്കുമെന്നും അവൻ മനസ്സിലാക്കുന്നു. ഇമ്മോർട്ടൽ ആകുന്നതിനുള്ള ആദ്യ പരീക്ഷയാണിത്. മാസ്റ്റർ ഓരോരുത്തരെയായി വ്യക്തിപരമായി പരിശോധിക്കുന്നു. അവരുടെ ശരീരത്തിലെ സ്പിരിറ്റ് റൂട്ട് മാസ്റ്റർ തന്റെ ശക്തി ഉപയോഗിച്ച് പരിശോധിക്കുന്നു. പലരും പരാജയപ്പെടുന്നു. ഒടുവിൽ വാന്നിന്റെ ഊഴമെത്തി. അയ്യോ, ദയുളരണന്റെ പരിശോധനയിൽ വാംലിന്റെ സ്പിരിറ്റ് റൂട്ട് വളരെ ദുർബലമാണെന്ന് തെളിയുന്നു. അവന് ഊർജം ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഒട്ടും തന്നെയില്ല. അവൻ തീർത്തും സാധാരണക്കാരനാണ്. പരീക്ഷാ ഫലം നെഗറ്റീവ്. ദയുളരണന് വാംലിനെ സെക്റ്റിലേക്ക് എടുക്കാൻ കഴിയില്ല. വാംലിൻ തകർന്നു പോകുന്നു. മാതാപിതാക്കളുടെ സ്വപ്നം തകരുന്നതായി അവൻ തോന്നി. വാംലിൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെയുള്ള ഇമ്മോർട്ടൽ പറഞ്ഞത്, കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ പടികൾ കയറി മുകളിൽ എത്താമെന്നാണ്. ഇത് വെറും ഒരു പരീക്ഷയല്ല. പടികൾ കയറുന്ന ഓരോ നിമിഷവും വാന്നിന്റെ ശരീരം വേദനിക്കാനും അവൻ ശ്വാസം മുട്ടാനും തുടങ്ങുന്നു. മറ്റുള്ളവർ പാതിവഴിയിൽ ഉപേക്ഷിച്ച് താഴേക്ക് പോകുമ്പോഴും വാംലിൻ തന്റെ മാതാപിതാക്കളെ ഓർത്ത് മുകളിലേക്ക് തന്നെ കയറുന്നു. ഇനി വലിയൊരു വെല്ലുവിളിയാണ് മുന്നിൽ. മുകളിലേക്ക് പോകാനുള്ള വഴിയിൽ ഒരു വലിയ ലാവ നദി കാണപ്പെടുന്നു. ഇത് വെറും എല്യൂമിജൻ അതോ യഥാർത്ഥമാണോ എന്ന് ആർക്കും അറിയില്ല. മിക്കവരും ഇത് കണ്ട് ഭയന്ന് പിന്തിരിയുന്നു. വാൻലിൻ വിശ്വസിക്കുന്നു ഇത് വെറും മനസ്സിനെ പരീക്ഷിക്കുന്ന ഒന്നാണെന്ന്. അവൻ ആ ലാവയിലേക്ക് കാലെടുത്തു വെക്കുന്നു. അവന്റെ കാലുകൾ പൊള്ളുന്നതായി അവന് അനുഭവപ്പെടുന്നു. വേദന അസഹ്യമാണ്. എങ്കിലും അവൻ മുന്നോട്ടു പോകുന്നു. ഒടുവിൽ അവൻ മുകളിൽ എത്തുന്നു. പക്ഷേ അവിടെ ഒരു അദൃശ്യമായ തടസ്സം, ബാരിയർ, അവനെ തടയുന്നു. അവൻ ആ ശക്തിയിൽ അതിനെ ഇടിക്കുന്നു. എന്നാൽ അവൻ പുറകോട്ട് വീഴുന്നു. വാംലിൻ പൂർണ്ണമായും തളർന്നു. അവന്റെ പ്രതീക്ഷ അസ്തമിക്കുന്നതായി തോന്നി. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷം. അവൻ തന്റെ വീട്ടുകാരെക്കുറിച്ച് ഓർക്കുന്നു. അവരുടെ സന്തോഷം മാത്രമാണ് അവന്റെ ലക്ഷ്യം. മലഞ്ചെരിവിൽ നിന്ന് വീണ അവന്റെ മുറിവുകൾ മാരകമായിരുന്നു. അവിടെ വെച്ച് അവൻ തിളങ്ങുന്ന കല്ല് കാണുകയും അതിൽ സ്പർശിക്കുകയും ചെയ്യുന്നു. ആ നിഗൂഢമായ കല്ല് അവനെ ഒരു പ്രത്യേക സ്പേസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ആത്മാവിനെ അവൻ കാണുന്നു. സിത്തുനാൻ. 1000 വർഷമായി സിത്തുനാൻ ഈ സ്പേസിൽ കുടുങ്ങിക്കിടക്കുന്നു. ഒടുവിൽ സിത്തുനൻ പുറത്തുകടക്കാൻ ഒരു ശരീരം ലഭിച്ചിരിക്കുന്നു. പക്ഷേ വാന്നിന്റെ ശരീരം വളരെ ദുർബലമായതുകൊണ്ട് ആ ആത്മാവിന് അത് കൈക്കലാക്കാൻ സാധിക്കുന്നില്ല. സിത്തുനൻ വിധി ഇത്രയും മോശമായ ഒന്നാണോ എന്ന് ആ ആത്മാവ് വിലപിക്കുന്നു. വാന്നിന്റെ നിശ്ചയദാർഢ്യം കണ്ട് ഹെൻയു വിഭാഗത്തിലെ എൽഡർ അവനെ ഒരു അനൗദ്യോഗിക ശിഷ്യനായി, നോമിനൽ ഡിസൈപ്പിൾ, സ്വീകരിക്കുന്നു. ഇവിടെ ശിഷ്യന്മാർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം അവരുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ചവർ ഉയർന്ന സ്ഥാനത്തുള്ളവരാണ്. വാൻലിൻ ധരിക്കുന്നത് ചാരനിറത്തിലുള്ള വസ്ത്രമാണ്. അതായത് അവൻ ഏറ്റവും താഴെയുള്ള ഒരു സേവകനെപ്പോലെയാണ്. വാൻലിന് ലഭിച്ച ജോലി മലമുകളിൽ നിന്ന് വെള്ളം ചുമന്നു എത്തിക്കുക എന്നതാണ്. ഇത് അസാധ്യമായ ഒരു ജോലിയാണ്. സീനിയർ ശിഷ്യനായ ലിയു അവനെ എപ്പോഴും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. വാംലിൻ ആ ആത്മാവിനെ തന്റെ ഗുരുവായി സ്വീകരിക്കുന്നു. ആ സ്പേസിനുള്ളിലെ ഒരു ദിവസം പുറത്തെ 10 ദിവസത്തിന് തുല്യമാണ്. ഇത് വാംലിന് വേഗത്തിൽ പരിശീലിക്കാൻ അവസരം നൽകുന്നു. സിത്തുനാനിന്റെ നിർദ്ദേശപ്രകാരം കല്ലിനുള്ളിലെ ഹെവൻ ഡിഫൈയിങ് ബീഡ് ലോകത്ത് അവൻ അതിശക്തമായി പരിശീലിക്കുന്നു. വാൻലിൻ താൻ ശേഖരിക്കുന്ന വെള്ളത്തിൽ കല്ലിന്റെ ഊർജം കലർത്തി അത് കുടിക്കാൻ തുടങ്ങുന്നു.
ഇത് അവന്റെ കൾട്ടിവേഷൻ വേഗത വർദ്ധിപ്പിക്കുന്നു. ഇത് സെക്റ്റിലെ മറ്റ് ശിഷ്യന്മാർക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. വാൻ ലിൻ രഹസ്യമായി എന്തോ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ലീ സംശയിക്കുന്നു. അവൻ വാൻ ലിനെ മർദ്ദിക്കുന്നു. സിത്തുനാനിന്റെ കഠിനമായ ശിക്ഷണത്തിന് കീഴിൽ വാൻ ലിൻ ഒടുവിൽ ഗ്രാവിറ്റി ടെക്നിക് പൂർണ്ണമായും പഠിച്ചെടുക്കുന്നു. ഇതിലൂടെ വസ്തുക്കളെ സ്പർശിക്കാതെ നിയന്ത്രിക്കാൻ അവൻ സാധിക്കുന്നു. കൾട്ടിവേഷന്റെ ആദ്യ ഘട്ടമായ നങ്കി ക്യുവായ് കണ്ടൻസേഷൻ ലെവൽ 1ലേക്ക് അവൻ പ്രവേശിക്കുന്നു. വാൻ ലിന്നിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ സെക്റ്റിലെ മുതിർന്ന എൽഡർമാർ അവനെ ഒരു ഇന്നർ ഡിസൈപ്പിൾ ആയി ഉയർത്താൻ തീരുമാനിക്കുന്നു. ഹെങ് യു സെക്റ്റിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ലേബർ ഡിസൈപ്പിൾ ഇത്ര വേഗത്തിൽ ഇന്നർ ഡിസൈപ്പിൾ ആകുന്നത്. ലീവിന്റെ ക്രൂരത അതിരുവിടുന്നു. അവൻ മറ്റൊരു ശിഷ്യനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വാൻ ലിൻ ഇടപെടുന്നു. ലീ വാൻ ലിനെ ആക്രമിക്കാൻ വരുമ്പോൾ വാൻ ലിൻ തന്റെ ശക്തി പുറത്തെടുക്കുന്നു. വളരെ ലളിതമെന്ന് തോന്നുന്ന ഗ്രാവിറ്റി ടെക്നിക് ഉപയോഗിച്ച് അവൻ ലീവിനെ വായുവിൽ ഉയർത്തുന്നു. ആ സീനിയർ ശിഷ്യനെ അവൻ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നു. താൻ ഒരു സാധാരണക്കാരനല്ലെന്നും ലോകം തന്നെ തള്ളിക്കളഞ്ഞാലും തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞെന്നും വാൻ ലിൻ തിരിച്ചറിയുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം വാൻ ലിന്നിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ സത്യം പുറത്തുവന്നു. ആരോ അവൻ ഹുവ ലിങ് സാം എന്ന മാരക വിഷം നൽകിയിരിക്കുന്നു. ഈ വിഷം ശരീരത്തിലുള്ളപ്പോൾ ഒരാൾക്ക് ഒരിക്കലും തന്റെ ഊർജം കേന്ദ്രീകരിക്കാനോ ശക്തി വർദ്ധിപ്പിക്കാനോ കഴിയില്ല. തന്റെ ഗുരു തന്നെയാണോ ഇതിന് പിന്നിലെന്ന് അവൻ സംശയിക്കുന്നു. തന്റെ കൾട്ടിവേഷൻ പരാജയപ്പെടുമെന്ന അവസ്ഥയിൽ അവൻ എത്തുന്നു. ഈ പ്രതിസന്ധിയിലാണ് സുവാൻ ഡാവോ വിഭാഗം തങ്ങളുടെ ഭീമൻ സെന്റിപേഡുമായി ഹെങ് യു വിഭാഗത്തിലെത്തുന്നത്. 300 വർഷത്തിലേറെ പഴക്കമുള്ള മാരക വിഷമുള്ള ആ ജീവിയെ തീറ്റ കൊടുത്ത് പരിപാലിക്കാനുള്ള ചുമതല വാൻ ലിന്നിന് ലഭിക്കുന്നു. ഇത് അവനൊരു വലിയ അവസരമായി മാറുന്നു. തന്റെ ശരീരത്തിലെ വിഷം മാറ്റാൻ വാൻ ലിൻ ഒരു സാഹസത്തിന് മുതിരുന്നു. വിഷത്തെ വിഷം കൊണ്ട് നേരിടുക. ആ ഭീമൻ സെന്റിപേഡ് വിഷം ഉപയോഗിച്ച് തന്റെ ഉള്ളിലെ തടസ്സങ്ങൾ നീക്കാൻ അവൻ തീരുമാനിക്കുന്നു. സാധാരണക്കാരൻ മരിച്ചുപോയേക്കാവുന്ന ആ മാരക വിഷം വാൻ ലിൻ നേരിട്ട് തന്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ വിഷം വാൻ ലിന്നിന്റെ ശരീരത്തിലെ പഴയ വിഷത്തെ നശിപ്പിക്കുക മാത്രമല്ല, അവന്റെ ആത്മീയ ശക്തിയെ 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വെറും 1ാം ഘട്ടത്തിൽ നിന്നിരുന്ന അവൻ ഒറ്റയടിക്ക് ക്വി കണ്ടൻസേഷൻ 14ാം ഘട്ടത്തിലെത്തി. ആരും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ശക്തി അവൻ കൈവന്നു. തന്റെ ഈ പുതിയ ശക്തി പുറംലോകമറിഞ്ഞാൽ അത് അപകടമാണെന്ന് വാൻ ലിന്നിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ ശക്തി ഒളിപ്പിച്ചുവെച്ചു. എല്ലാവരുടെയും മുന്നിൽ അവൻ ഇപ്പോഴും വെറുമൊരു 1ാം ലെവൽ ശിഷ്യൻ മാത്രമായി അഭിനയിക്കുന്നു. അവസാനം ഹെങ് യു വിഭാഗവും സുവാൻ ഡാവോ വിഭാഗവും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു. സുവാൻ ഡാവോ വിഭാഗത്തിലെ പ്രധാന ശിഷ്യനായ ഷൗ പെങ് ഹെങ് യു വിഭാഗത്തിന്റെ അന്തസ് കളയുന്നു. അവരുടെ എല്ലാ ശിഷ്യന്മാരും നിസ്സഹായരായി വീഴുന്നു. ഹെങ് യു വിഭാഗം നാണക്കേടിന്റെ വക്കിലാണ്. ഹെങ് യു പാർട്ടിയും സുവാൻ ഡാവോ വിഭാഗവും തമ്മിലുള്ള പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലാണ്. സുവാൻ ഡാവോ വിഭാഗത്തിലെ ശിഷ്യന്മാർ ഹെങ് യു പാർട്ടിയെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ കരുത്തനായ ശിഷ്യനായ ഷൗ പെങ്ങിനെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന അഹങ്കാരത്തിലായിരുന്നു അവർ. പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ കളത്തിലിറങ്ങുന്നത്, വാൻ ലിൻ. വെറുമൊരു സാധാരണക്കാരനായി എല്ലാവരും കരുതിയിരുന്ന വാൻ ലിൻ തന്റെ യഥാർത്ഥ ശക്തി ആദ്യമായി പുറത്തെടുക്കുന്നു. ഷൗ പെങ്ങിന്റെ ആക്രമണങ്ങളെ അവൻ നിഷ്പ്രയാസം നേരിടുന്നു. വാൻ ലിന്നിന്റെ വേഗതയും കരുത്തും കണ്ട് അവിടെയുള്ള എല്ലാവരും അമ്പരന്നു പോകുന്നു. അഹങ്കാരിയായ ഷൗ പെങ്ങിനെ വാൻ ലിൻ പരാജയപ്പെടുത്തുന്നു. ഹെങ് യു പാർട്ടിയുടെ അന്തസ് അവൻ വീണ്ടെടുക്കുന്നു. വിജയത്തിന് ശേഷം വാൻ ലിൻ തന്റെ മാതാപിതാക്കളെ കാണാൻ പോകുന്നു. താൻ വലിയൊരു നിലയിലെത്തിയതിൽ അവർ അഭിമാനിക്കുന്നു. തന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തിരിച്ചറിയാൻ അവൻ ഒരു സംരക്ഷണ മുദ്ര അവർക്ക് നൽകുന്നു. സന്തോഷ നിമിഷങ്ങൾ അധികം നീണ്ടുനിന്നില്ല. സുവാൻ ഡാവോ വിഭാഗം വലിയൊരു സൈന്യവുമായി ഹെങ് യു പാർട്ടിയെ ആക്രമിക്കുന്നു. അവരുടെ ലക്ഷ്യം ഹെങ് യു പാർട്ടിയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതായിരുന്നു. ഹെങ് യു പാർട്ടിയുടെ ഗുരുക്കന്മാർ തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് പോരാടുന്നുണ്ടെങ്കിലും ശത്രുക്കൾ വളരെ ശക്തരായിരുന്നു. ഈ ബഹളത്തിനിടയിൽ വാൻ ലിന്നിന്റെ ഗുരുവെ സന്ദാസു അവനെ വീണ്ടും ചതിക്കാൻ ശ്രമിക്കുന്നു. അവനിൽ നിന്ന് വിലപ്പെട്ട നിധി തട്ടിയെടുക്കാൻ അവൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത്തവണ വാൻ ലിൻ തയ്യാറായിരുന്നു. തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അവൻ സന്ദാസുവിനെ നേരിടുന്നു. തന്റെ ഗുരുവിന്റെ ചതിക്ക് അവൻ തക്കതായ മറുപടി നൽകുന്നു. ഹെങ് യു പാർട്ടി ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. അവശേഷിക്കുന്ന ശിഷ്യന്മാരോട് അവിടുന്ന് രക്ഷപ്പെടാൻ ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നു. പല ശിഷ്യന്മാരും ശത്രുക്കളുടെ ഭാഗത്തേക്ക് മാറുന്നു. എന്നാൽ വാൻ ലിൻ തന്റെ സ്വന്തം വഴി കണ്ടെത്താൻ തീരുമാനിക്കുന്നു. താൻ കൂടുതൽ ശക്തനായാൽ മാത്രമേ തന്റെ വിധി നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് അവൻ തിരിച്ചറിയുന്നു. വാൻ ലിൻ ഒരു ഗുഹയ്ക്കുള്ളിൽ തന്റെ കൾട്ടിവേഷൻ തുടരുന്നു. തന്റെ ഉള്ളിലെ സീതു നാൻ ആയി അവൻ ആശയവിനിമയം നടത്തുന്നു. താൻ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാകുമെന്ന ദൃഢനിശ്ചയത്തോടെ അവൻ തന്റെ യാത്ര തുടരുന്നു. ഹെങ് യു പാർട്ടിയുടെ തകർച്ചയ്ക്ക് ശേഷം വാൻ ലിൻ തന്റെ പുതിയ യാത്ര ആരംഭിക്കുന്നു. പോകുന്നതിന് മുൻപ് തന്റെ മാതാപിതാക്കൾക്ക് നൽകിയ സംരക്ഷണ മുദ്രയെക്കുറിച്ചും
തന്റെ പാർട്ടിയുടെ വിധി ഓർത്തും അവൻ ദുഃഖിക്കുന്നു. എങ്കിലും ശക്തർക്ക് മാത്രമേ സ്വന്തം വിധി നിയന്ത്രിക്കാൻ കഴിയൂ എന്ന സത്യം അവൻ ഉൾക്കൊള്ളുന്നു. വഴിയിൽ അവൻ ഒരു സംഘം കച്ചവടക്കാരെയും അവരുടെ തലവനായ യാം സെന്നിനെയും കണ്ടുമുട്ടുന്നു. താനൊരു മരപ്പണിക്കാരനാണെന്ന് പരിചയപ്പെടുത്തി അവൻ അവരോടൊപ്പം ചേരുന്നു. യാത്രയ്ക്കിടയിൽ ലീ എന്ന ഒരു ജ്യോത്സ്യൻ എല്ലാവരുടെയും ഭാവി പ്രവചിക്കുന്നു. എല്ലാവർക്കും മരണസമാനമായ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. വാങ് ലിന്നിന്റെ ഉള്ളിലെ സിതുനാൻ കണ്ട് രസിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ആപത്ത് വരാനിരിക്കുന്നു എന്ന് വാങ് ലിൻ തിരിച്ചറിയുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം കൊള്ളക്കാർ അവരെ ആക്രമിക്കുന്നു. അവർ വെറുമൊരു കൊള്ളക്കാരായിരുന്നില്ല, മറിച്ച് ഒരു ദുഷ്ടനായ കൾട്ടിവേറ്ററുടെ ശിഷ്യന്മാരായിരുന്നു. അവർക്ക് വേണ്ടത് സംഘത്തിന്റെ പക്കലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. സാധാരണക്കാരായ കച്ചവടക്കാർക്ക് അവരെ നേരിടാൻ കഴിയില്ലായിരുന്നു. ആക്രമണകാരികൾക്കിടയിൽ വാങ് ലിൻ തന്റെ പഴയ സുഹൃത്തായ സാം ഹുവിനെ കണ്ടെത്തുന്നു. എന്നാൽ സാം ഹു ഇപ്പോൾ ഒരു ദുഷ്ടഗുരുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ ഗുരുവിന്റെ ശിഷ്യൻ വാങ് ലിന്നിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനും സ്വയം പ്രതിരോധിക്കാനും വാങ് ലിൻ തന്റെ പോരാട്ടവീര്യം പുറത്തെടുക്കുന്നു. വാങ് ലിൻ തന്റെ പക്കലുള്ള ഫ്ലെയിങ് സോർഡ് ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്നു. ഇതൊരു കഠിനമായ പോരാട്ടമായിരുന്നു. അവസാനം വാങ് ലിൻ ആ ദുഷ്ടശിഷ്യനെ വധിക്കുന്നു. സാം ഹുവിനെ അവന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. എന്നാൽ ഈ പോരാട്ടം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദുഷ്ടനായ ലോൺലി ഓൾഡ് മാൻ സാം ഹുവിനോടൊപ്പം വാങ് ലിൻ സുരക്ഷിതമായ ഒരിടം തേടി ടെങ് ഫാമിലി സിറ്റിയിലേക്ക് പോകുന്നു. അവിടെയുള്ള നിയമങ്ങൾ അനുസരിച്ച് ആർക്കും പരസ്പരം ആക്രമിക്കാൻ അനുവാദമില്ല. തന്റെ ആയുധങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ വാങ് ലിൻ അവിടെ തങ്ങാൻ തീരുമാനിക്കുന്നു. ബ്ലഡ് റിഫൈനിംഗ് എന്ന അപകടകരമായ രീതിയിലൂടെ അവൻ തന്റെ വാളിനെ ശക്തിപ്പെടുത്തുന്നു. വാങ് ലിൻ കൊന്ന ശിഷ്യന്റെ ഗുരുവായ ലോൺലി ഓൾഡ് മാൻ ടെങ് ഫാമിലിയിലെ നേതാവായ ഡെങ് ഹുവൈവിനെ കാണുന്നു. തന്റെ ശിഷ്യന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുന്നു. വാങ് ലിന്നിനെ തേടി വലിയൊരു അപകടം പാഞ്ഞു വരികയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വാങ് ലിൻ തന്റെ ആയുധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന പ്രക്രിയയിലാണ്. ബ്ലഡ് റിഫൈനിംഗ് എന്ന അപകടകരമായ രീതിയിലൂടെ തന്റെ വാളിനെ അവൻ ഒരു ശക്തിയേറിയ നിധിയായി മാറ്റിയിരിക്കുന്നു. തന്റെ ശത്രുക്കളെ നേരിടാൻ അവൻ പൂർണ്ണ സജ്ജനാണ്. ഡെങ് ഫാമിലി സിറ്റിയിൽ കഴിയുന്ന വാങ് ലിന്നിനെ തേടി പുതിയൊരു ശത്രു എത്തുന്നു. ഡെങ് കുടുംബത്തിലെ പിൻഗാമിയായ ഡെങ് ലീ. അവൻ ഒരു ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഘട്ടത്തിലുള്ള കരുത്തനായ പോരാളിയാണ്. വാങ് ലിൻ കൊന്ന ശിഷ്യന് വേണ്ടി പ്രതികാരം ചെയ്യാനാണ് അവൻ വരുന്നത്. ഡെങ് ലീ തന്റെ അത്യാധുനിക ആയുധങ്ങളും ശക്തിയും ഉപയോഗിച്ച് വാങ് ലിന്നിനെ വേട്ടയാടാൻ തുടങ്ങുന്നു. വാങ് ലിന്നിന്റെ സുഹൃത്തായ സാംഹുവിനെ അവൻ തടവിലാക്കുന്നു. വാങ് ലിന്നിനെ പുറത്തുകൊണ്ടുവരാൻ അവൻ ക്രൂരമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. വാങ് ലിന്നും ടെൻലിയും തമ്മിലുള്ള കഠിനമായ പോരാട്ടം ആരംഭിക്കുന്നു. തന്റെ ഫ്ലെയിങ് സോർഡ് ഉപയോഗിച്ച് വാങ് ലിൻ പൊരുതുന്നുണ്ടെങ്കിലും ടെൻലിയുടെ ശക്തി അവനേക്കാൾ വളരെ കൂടുതലായിരുന്നു. ഡെങ്ലിയുടെ പക്കൽ നാസൻ സോള് ഘട്ടത്തിലുള്ള ആയുധങ്ങളും പ്രതിരോധ കവചങ്ങളും ഉണ്ടായിരുന്നു. ഡെങ്ലിയെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വാങ് ലിൻ തന്റെ ഉള്ളിലെ സിതുനാനിന്റെ സഹായത്തോടെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ടെലിപ്പോർട്ടേഷൻ എന്ന വിദ്യ ഉപയോഗിച്ച് അവൻ ഓരോ തവണയും ടെൻലിയുടെ ആക്രമണങ്ങളിൽ നിന്ന് തലനാരിവയ്ക്ക് രക്ഷപ്പെടുന്നു. തുടർച്ചയായി ടെലിപ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് സിതുനാനിനെ തളർത്തുന്നു. അവന്റെ ആത്മീയ ഊർജം ഏതാണ്ട് തീരാറായിരിക്കുന്നു. ഇനിയും എത്ര നേരം രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പില്ല. വാങ് ലിൻ അതിജീവിക്കാനായി ഒരു പുതിയ മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വാങ് ലിൻ മിസ്റ്റ് ഫോറസ്റ്റ് എന്ന അപകടകരമായ വനത്തിലേക്ക് പ്രവേശിക്കുന്നു. മാരകമായ വിഷജീവികളും നിഗൂഢമായ സസ്യങ്ങളും നിറഞ്ഞ ഒരിടമാണിത്. ഡെങ്ലി തന്നെ പിന്തുടരുമെന്ന് വാങ് ലിന്നിന് അറിയാം. ഈ വനത്തിലെ അപകടങ്ങളെ തന്റെ ശത്രുവിനെതിരെ തിരിച്ചുവിടാൻ അവൻ തീരുമാനിക്കുന്നു. വനത്തിനുള്ളിലെ ബ്ലൂ വൈൻ എന്ന മാരക സസ്യത്തെ ഉപയോഗിച്ച് ടെൻലിയെ കൊടുക്കാൻ വാങ് ലിൻ പദ്ധതിയിടുന്നു. താൻ ഇനിയും ഓടി ഒളിക്കില്ലെന്നും തന്നെ വേട്ടയാടുന്നവനെ ഇല്ലാതാക്കുമെന്നും അവൻ ഉറപ്പിക്കുന്നു. ഒരാൾ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ 3 തവണ പിന്മാറും, പക്ഷേ വീണ്ടും എന്നെ ആക്രമിച്ചാൽ അവനെ വേരോടെ പിഴുതെറിയും എന്ന മനോഭാവത്തിലേക്ക് വാങ് ലിൻ മാറുന്നു. മിസ്റ്റ് ഫോറസ്റ്റിലെ വേട്ട തുടരുകയാണ്. ഡെങ്ലി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് വാങ് ലിന്നിന് അറിയാം. തന്റെ സുഹൃത്തിനെ ഉപദ്രവിച്ചവനോടുള്ള പ്രതികാരം അവന്റെ ഉള്ളിൽ കത്തുന്നുണ്ട്. ഒരിക്കൽ ഉപദ്രവിച്ചാൽ ഞാൻ മാപ്പ് നൽകും, പക്ഷേ ആവർത്തിച്ചാൽ ഞാൻ അവനെ ഇല്ലാതാക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവൻ. വനത്തിന്റെ നിഗൂഢതകൾക്കിടയിൽ ടെൻലി വാങ് ലിന്നിനെ തേടി നടക്കുന്നു. എന്നാൽ ഈ വനത്തിലെ അപകടകാരികളായ സസ്യങ്ങളെയും ജീവികളെയും വാങ് ലിൻ തന്റെ ശത്രുവിനെതിരെ തിരിച്ചുവിടുന്നു. ഡെൻലിക്ക് തന്റെ അത്യാധുനിക ആയുധങ്ങൾ അവിടെ വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ ഡാൻ ശവത്തിന്റെ അടുത്തേക്ക് വാങ് ലിൻ തന്റെ ശത്രുവിനെ എത്തിക്കുന്നു. ആ ശവം പൊട്ടിത്തെറിക്കുന്നതോടെ ടെൻലിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. തന്റെ ശത്രു ദുർബലനായ ആ നിമിഷം വാങ് ലിൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. ഡെങ്ലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാങ് ലിൻ അവനെ വിടാൻ തയ്യാറല്ല. സിതുനാനിന്റെ സഹായത്തോടെ അവൻ ഡെങ്ലിയെ തടയുന്നു. തന്റെ ഫ്ലെയിങ് സോർഡ് ഉപയോഗിച്ച് വാങ് ലിൻ ഡെങ്ലിയെ വധിക്കുന്നു. ഡെങ് കുടുംബത്തിലെ പിൻഗാമിയുടെ മരണം ഒരു വലിയ കൊടുങ്കാട്ടിന്റെ തുടക്കമായിരുന്നു.
ഡെങ്ലിയുടെ മരണം അവന്റെ മുത്തച്ഛനായ ഡെങ് ഹുവയു അറിയുന്നു. നാസൻസ് സോള് ഘട്ടത്തിലുള്ള ഈ അതിശക്തനായ ഗുരു തന്റെ കൊച്ചുമകന്റെ മരണത്തിൽ ആകെ തകർന്നു പോകുന്നു. വാൻലിന്നിനെ നശിപ്പിക്കാൻ അദ്ദേഹം ഒരു മാരകമായ ശപഥം ചെയ്യുന്നു. തന്റെ ആയുസ് പോലും പണയപ്പെടുത്തി ടെങ്ഹുവെയ് വാൻലിന്നിന് മേൽ ഒരു ശാപം ഏൽപ്പിക്കുന്നു. ഇതനുസരിച്ച് വാൻലിൻ എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് അവനെ കണ്ടെത്താൻ കഴിയും. വാൻലിന്നിന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. സിദുനാനിന്റെ നിർദ്ദേശപ്രകാരം വാൻലിൻ കൂടുതൽ ശക്തനാകാൻ തീരുമാനിക്കുന്നു. ഡെങ്ഹുവെയുവിനെ തോൽപ്പിക്കണമെങ്കിൽ താൻ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഘട്ടത്തിലേക്ക് എത്തണം. അതിനായി അവൻ ഒരു ഏകാന്തമായ ഇടം തേടുന്നു. ഡെങ്ഹുവെയുവിന്റെ മാരകമായ ശാപത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വാൻലിൻ കൂടുതൽ ശക്തനാകേണ്ടതുണ്ട്. സിദുനാൻ ഇപ്പോൾ അബോധാവസ്ഥയിലാണ്. അവനെ ഉണർത്തണമെങ്കിൽ താൻ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഘട്ടത്തിലേക്ക് ഉയരണമെന്ന് വാൻലിൻ തിരിച്ചറിയുന്നു. സിദുനാൻ പഠിപ്പിച്ചുകൊടുത്ത ഹുമങ്ക്വാൻ ഷെങ്ഗ്യാവോ ജുവെ എന്ന വിദ്യ അഭ്യസിക്കാൻ അവൻ ഒരു അനുയോജ്യമായ സ്ഥലം തേടുന്നു. തീവ്രമായ തണുപ്പും ആത്മീയ ഊർജവും ഉള്ള ഒരു പ്രദേശം വാൻലിൻ കണ്ടെത്തുന്നു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവൻ തന്റെ പുതിയ വിദ്യ വിജയകരമായി അഭ്യസിക്കാൻ കഴിയൂ. ഈ വിദ്യയുടെ ഓരോ ഘട്ടവും പൂർത്തിയാക്കുമ്പോൾ ശരീരത്തിലെ ഊർജം കേന്ദ്രീകരിക്കുകയും അത് അവനെ കൂടുതൽ ശക്തനാക്കുകയും ചെയ്യുന്നു. താൻ കണ്ടെത്തിയ ഗുഹയിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് വാൻലിൻ മനസ്സിലാക്കുന്നു. ഒരു നിഗൂഢനായ വൃദ്ധൻ അവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം വാൻലിന്നിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാൻലിൻ തന്റെ ബുദ്ധിശക്തിയും സിദുനാൻ നൽകിയ ചില വിദ്യകളും ഉപയോഗിച്ച് പിടിച്ചു നിൽക്കുന്നു. അവസാനം അവർ ഒരു ധാരണയിൽ എത്തുകയും വാൻലിൻ അവിടെ തന്റെ പരിശീലനം തുടരുകയും ചെയ്യുന്നു. വാൻലിൻ തന്റെ കൾട്ടിവേഷൻ എൽ മുഴുകുന്നു. ഹുവാങ്ക്വാൻ വിദ്യയുടെ 5ാം ഘട്ടം അവൻ വിജയകരമായി പൂർത്തിയാക്കുന്നു. അവന്റെ ഉള്ളിലെ ആത്മീയ ഊർജം അസാധാരണമാംവിധം വർദ്ധിക്കുന്നു. അവന്റെ ശരീരത്തിൽ ഇപ്പോൾ അതിശക്തമായ തണുപ്പും ഊർജവും നിറഞ്ഞിരിക്കുകയാണ്. കൾട്ടിവേഷനിക്കിടയിൽ ഒരു ഭീമൻ കല്ല് പ്രതിമയ്ക്ക് ജീവൻ ലഭിക്കുന്നത് വാൻലിൻ ശ്രദ്ധിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ആത്മാവായിരുന്നു. അത് വാൻലിന്നിനെ ഒരു നിഗൂഢമായ അറയിലേക്ക് നയിക്കുന്നു. അവിടെ അവൻ ഷീയിൻ സോങ് എന്ന വിഭാഗത്തിലെ ഒരു പഴയ ഗുരുവിന്റെ ആത്മാവിനെ കണ്ടുമുട്ടുന്നു. നാസൻസ് സോൾ ലേവേ ആയിരുന്നു. ആ ഗുരു തന്റെ കഥ വാൻലിന്നിനോട് വിവരിക്കുന്നു. തന്റെ തന്നെ കോർപ്സ് പപ്പറ്റ് തന്നെ ചതിച്ചുവെന്നും താൻ ഇപ്പോൾ ഇവിടെ തടവിലാണെന്നും അദ്ദേഹം പറയുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം വാൻലിന്നിന്റെ സഹായം തേടുന്നു. പകരമായി അവരുടെ വിഭാഗത്തിന്റെ ആസ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേ അദ്ദേഹം വാൻലിന്നിനായി തുറന്നുകൊടുക്കാമെന്ന് ഏൽക്കുന്നു. ആ ഗുരുവിന്റെ വാക്ക് വിശ്വസിക്കണമോ എന്ന് വാൻലിൻ സംശയിക്കുന്നുണ്ടെങ്കിലും പുറത്ത് അവനെ കാത്തിരിക്കുന്നത് മാരകമായ ശത്രുക്കളാണെന്ന് അവനറിയാം. കൂടുതൽ ശക്തമായ യീൻ ക്വി ഉള്ള ഒരിടത്ത് പോയി തന്റെ കൾട്ടിവേഷൻ പൂർത്തിയാക്കാൻ അവൻ തീരുമാനിക്കുന്നു. അവൻ ട്രാൻസ്പോർട്ടേഷൻ അറയിലേക്ക് പ്രവേശിക്കുന്നു. വാൻലിൻ ഇപ്പോൾ ഷീയിൻ സോങ് എന്ന വിഭാഗത്തിലാണ്. അവിടെയുള്ള ഗുരുവായ യെസിസായ്ക്ക് തന്റെ സന്ദേശം അവൻ കൈമാറുന്നു. തനിക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ അനുയോജ്യമായ ഒരിടം വേണമെന്ന വാൻലിന്നിന്റെ ആവശ്യം യെസിസായെ അംഗീകരിക്കുകയും അവനെ ഒരു 2ാം തലമുറ ശിഷ്യനായി അവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. വാൻലിന്നിനെ സഹായിച്ച പഴയ ഗുരുവിന്റെ ആത്മാവ് ഇപ്പോഴും തടവിലാണ്. എന്നാൽ യെസിസായ്ക്ക് അവനെ രക്ഷിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. യെസിസായ്ക്ക് പിന്നിൽ അതിശക്തമായ മറ്റൊരു ആത്മാവുണ്ടെന്നും ഈ വിഭാഗം തന്നെ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണെന്നും വാൻലിൻ തിരിച്ചറിയുന്നു. വാൻലിന്നിന്റെ ശരീരത്തെ മറ്റൊരു വെസൽ ആയി ഉപയോഗിക്കാനാണ് അവരുടെ പദ്ധതി. വാൻലിൻ തനിക്ക് ലഭിച്ച പ്രത്യേക മുറിയിൽ തന്റെ കഠിനമായ കൾട്ടിവേഷൻ തുടരുന്നു. അവിടുത്തെ ശക്തമായ യീൻ ക്വി അവന്റെ ഹുവാങ്ക്വാൻ ഷെങ്ക്വി എന്ന വിദ്യയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. അവന്റെ ഉള്ളിലെ ഊർജം മാറുന്നത് അവൻ തിരിച്ചറിയുന്നു. അതിനിടയിൽ കൾട്ടിവേഷൻ അലയൻസ് പ്രതിനിധികൾ എത്തുന്നു. 500 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വിദേശ യുദ്ധക്കളത്തിലേക്കുള്ള പാത ഉടൻ തുറക്കുമെന്ന് അവർ അറിയിക്കുന്നു. അവിടെ പോയി വിലപ്പെട്ട നിധികളും ആത്മാക്കളും കണ്ടെത്താൻ വിവിധ വിഭാഗങ്ങൾ തയ്യാറെടുക്കുന്നു. യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കാൻ 3 വിഭാഗങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഇത് തീരുമാനിക്കാനായി ജുമിംഗ് വാലിയിൽ ഒരു മത്സരം നടക്കും. അതിൽ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഘട്ടത്തിലുള്ള ശിഷ്യന്മാർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് തീരുമാനിക്കപ്പെടുന്നു. വാൻലിന്നും ഈ സംഘത്തോടൊപ്പം വാലിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കപ്പെടുന്നു. മറുഭാഗത്ത് വാൻലിന്നിന്റെ ശത്രുവായ ടെങ്ഹുവെയു അവനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. വാൻലിൻ ജുമിംഗ് വാലിയിലുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വാൻലിന്നിന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും വധിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു. ഒരു നിരപരാധിയെ പോലും വിടില്ലെന്ന വാശിയിലാണ് അദ്ദേഹം. യെസിസായി തന്റെ ശിഷ്യന്മാരുടെ സോൾ ബ്ലഡ് പിടിച്ചെടുക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ അദ്ദേഹം ഈ രക്തം ഉപയോഗിക്കുന്നു. എന്നാൽ വാൻലിൻ തന്റെ രക്തം നൽകാൻ വിസമ്മതിക്കുന്നു. വാൻലിന്നിന്റെ ശരീരത്തിൽ സിദുനാനിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ അവനെ തൊടാൻ യെസിസായി ഭയപ്പെടുന്നു. ജുമിംഗ് വാലിയിൽ എത്തിയ ശിഷ്യന്മാർ തമ്മിൽ പോരാട്ടം ആരംഭിക്കുന്നു. പലരും കൊല്ലപ്പെടുന്നു, പലരും ചതിക്കപ്പെടുന്നു. വാൻലിൻ തന്റെ ബുദ്ധിശക്തിയും കരുത്തും ഉപയോഗിച്ച് ഈ കുരുക്ഷേത്രത്തിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്നു.
ശത്രുക്കളുടെ ചതികൾ ഓരോന്നായി അവൻ തിരിച്ചറിയുന്നു. ജുവൈ മിങ് വാലി പോരാട്ടങ്ങൾക്കിടയിൽ വാൻലിന്നിന്റെ ജീവിതം തകിടം മറിയുന്നു. തന്റെ ശത്രുവായ ഡെങ്ഹുവൈ പ്രതികാരദാഹിയായി വാൻലിന്നിന്റെ ഗ്രാമത്തിലേക്ക് എത്തുന്നു. വാൻലിന്നിന്റെ പ്രിയപ്പെട്ടവർ വലിയൊരു ആപത്തിലേക്ക് നീങ്ങുകയാണ്. ഡെങ്ഹുവൈ വാം ലിന്നിന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ബന്ദികളാക്കുന്നു. വാൻലിൻ ചെയ്ത തെറ്റിന് അവന്റെ കുടുംബം മുഴുവൻ ശിക്ഷ അനുഭവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. വാൻലിന്നിന്റെ പഴയ സുഹൃത്തുക്കളായ വാംഹാവുവും വാങ്ഷുവോയും അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു നാസൻസ് സോള് ഗുരുവിനു മുന്നിൽ അവർ നിസ്സഹായരായിരുന്നു. തന്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ക്രൂരതകൾ വാൻലിൻ ദൂരത്തുനിന്ന് അറിയുന്നു. തന്നെ കൊല്ലാൻ ഡെങ്ഹുവൈവിനെ അവൻ വെല്ലുവിളിക്കുന്നു. എന്റെ കുടുംബത്തെ വിടൂ, പകരം എന്നെ കൊന്നോളൂ എന്ന് അവൻ അപേക്ഷിക്കുന്നു. എന്നാൽ ഡെങ്ഹുവൈവിന്റെ ലക്ഷ്യം വാൻലിന്നിനെ മാനസികമായി തകർക്കുക എന്നതായിരുന്നു. വാങ് ലിന്നിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനോട് സുരക്ഷിതനായിരിക്കാൻ പറയുന്നു. നീ എവിടെയാണെങ്കിലും നിന്നെ തന്നെ സംരക്ഷിക്കണം എന്ന അവരുടെ വാക്കുകൾ വാൻലിന്നിന്റെ ഹൃദയം തകർക്കുന്നു. ഡെങ്ഹുവൈയു അവരുടെ ആത്മാക്കളെ ഒരു സോൾ ഫ്ലാഗ് ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നു. 3 മാസത്തിനുള്ളിൽ വാങ് ലിൻ വന്നില്ലെങ്കിൽ ആ ആത്മാക്കളെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. അതിരില്ലാത്ത സങ്കടത്തിലും ദേഷ്യത്തിലും വാൻലിൻ ഒരു വലിയ മാറ്റത്തിന് വിധേയനാകുന്നു. അവന്റെ ഉള്ളിലെ ശക്തി അപ്രതീക്ഷിതമായി വർദ്ധിക്കുകയും അവൻ ജി റിയലും എന്ന അപൂർവമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് അവനെ തന്റെ തന്നെ തലത്തിലുള്ള മറ്റാരേക്കാളും ശക്തനാക്കുന്നു. എന്നാൽ ഈ ശക്തിക്ക് ഒരു വില നൽകേണ്ടി വരും. അവൻ യുവാൻ യിങ് ഘട്ടത്തിന് മുകളിലേക്ക് വളരാൻ കഴിയില്ലെന്ന് സിദുനാൻ മുന്നറിയിപ്പ് നൽകുന്നു. മാതാപിതാക്കളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ഡെങ്ഹുവ യുവിന്റെ പക്കലുള്ള സോൾ ഫ്ലാഗ് കൈക്കലാക്കണമെന്ന് സിദുനാൻ പറയുന്നു. അതിനായി വിദേശ യുദ്ധക്കളത്തിലേക്ക് പോകാൻ അവൻ നിർദ്ദേശിക്കുന്നു. അവിടെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വാൻലിന്നിന് ഗുണകരമാകും. വാൻലിൻ ജുമിങ് വാലിയിലെ തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നു. അവിടെയുള്ള മറ്റ് ശിഷ്യന്മാരെ തോൽപ്പിച്ച് അവൻ എല്ലാ ക്വാളിഫിക്കേഷൻ ടോക്കണുകളും കൈക്കലാക്കുന്നു. വിദേശ യുദ്ധക്കളത്തിലേക്കുള്ള പ്രവേശനം അവൻ ഉറപ്പാക്കുന്നു. യുദ്ധക്കളത്തിന്റെ കവാടത്തിൽ വാൻലിൻ പ്രത്യക്ഷപ്പെടുന്നു. ഡെങ് ഹുവയു അവനെ വേട്ടയാടാൻ തയ്യാറായി നിൽക്കുകയാണ്. തന്റെ മാതാപിതാക്കളുടെ ആത്മാക്കളെ വീണ്ടെടുക്കാനും പ്രതികാരം ചെയ്യാനുമുള്ള വാങ് ലിന്നിന്റെ പോരാട്ടം ഇവിടെ ആരംഭിക്കുന്നു.